ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രോമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് വേദയുടെ അച്ഛൻ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അച്ഛന് വയ്യ എന്നുള്ള വിവരം ദീപ്തി ഫോൺ വിളിച്ച് വേദയെ അറിയിച്ചെങ്കിലും വേദയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങളായിരുന്നു. കാരണം തനിക്ക് മുത്തശ്ശി മുൻപ് നൽകിയ നിർദ്ദേശപ്രകാരം വീട്ടിലെ എല്ലാവരും തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. വിക്രമിനെയും വേദയെയും വേർപിരിക്കാനായിട്ട് പല മാർഗങ്ങളും അവർ അവലംബിക്കുന്നുണ്ടെന്നെല്ലാം തന്നെ വേദയ്ക്ക് മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു നാടകമായി മാറാനാണ് സാധ്യത. കാരണം സ്വാഭാവികമായിട്ടും അച്ഛന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് മുത്തശ്ശിയോ അല്ലെങ്കിൽ അമ്മയാണ് ഫോൺ ചെയ്യേണ്ടത്. പക്ഷെ അവരാരും തന്നെ ഫോൺ ചെയ്യാതെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തിരിക്കുന്നത് ദീപ്തിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ തീർച്ചയായിട്ടും എന്തോ ഒരു പന്തികേട് ഉണ്ടെന്ന് വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദ ആ ഒരു കോളിനെ അവോയ്ഡ് ചെയ്യണം. അതായത് അത് ശ്രദ്ധിക്കാത്ത പോലെ തന്നെ അതൊരു നാടകമായിരിക്കാം എന്ന മട്ടിൽ അതങ്ങനെ വിട്ടുകളയാണ് കേട്ടോ നമ്മുടെ വേദ. ശേഷം ഹോസ്പിറ്റലിലാണെങ്കിൽ നമ്മുടെ ശങ്കറിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വേദ എന്ന് അദ്ദേഹം കോമ സ്റ്റേജ്, അതായത് അബോധാവസ്ഥയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശേഷം വീട്ടിലെല്ലാവരും പറയാണ് വേദയെ കാണാനായിരുന്നു അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്, വേദയെ ഇന്ന് കാണണമെന്നും അച്ഛൻ പറഞ്ഞതാണ്. അതുകൊണ്ട് വേദ എത്രയും പെട്ടെന്ന് വരാനായിട്ട് പറയണമെന്ന് പറയുന്നുണ്ട്. ഇതിനെ തുറന്നിട്ട് പിന്നീട് നമ്മുടെ ശ്രീകാന്ത് ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് വേദയ്ക്ക് ഫോൺ ചെയ്യുന്ന സമയത്ത് വേദ ഫോൺ കോൾ കണ്ടിട്ട് ഒരു പക്ഷേ ഇനി ശ്രീകാന്ത് ഏട്ടൻ, അതായത് ദീപ്തി വിളിച്ചിട്ട് ഞാൻ വന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീകാന്ത് ഏട്ടൻ തന്നെ നേരിട്ട് എന്നെ ഫോൺ വിളിക്കുകയാണ്. അച്ഛൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ പിടിച്ചിരുത്താനായിട്ട് ആയിരിക്കും അവരുടെ പ്ലാനും. എന്തായാലും ഞാൻ കോൾ എടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും വേദ ഫോൺ എടുക്കുന്നതേ ഇല്ല കേട്ടോ. അപ്പോൾ അവൾ ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവളിങ്ങനെ കോൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ വീട്ടിൽ കമലയും അതുപോലെ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട് കേട്ടോ. നിൻ്റെ ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയണം, എന്താ മോളെ ഫോൺ അടിച്ചിട്ട് നീ ശ്രദ്ധിക്കാത്തെന്ന് ചോദിക്കുകയാണ്. അത് ശ്രീകാന്ത് ഏട്ടനെ അമ്മയെന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് ഏട്ടനോ എന്താ കാര്യം, എന്തിനാ വിളിച്ചെന്ന് അന്വേഷിക്കായിരുന്നില്ലേ എന്ന് പറയണം. ഒക്കെ ഞാൻ ചോദിച്ചതാണ്, അച്ഛനിക്ക് എന്തോ വയ്യ അത്രേ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു പറയാണ്. എല്ലാം ഒരു നാടകമാണ്, അതുകൊണ്ടാണ് ദീപ്തിയെ ഫോൺ വിളിച്ച് അറിയിച്ചത്. ഞാൻ എന്തായാലും അത് വിശ്വസിക്കുന്നില്ല. എന്നെയും വിക്രമിനെയും പിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയൊക്കെയോ മാർഗ്ഗങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടെന്ന് സൂചന എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും നാടകമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണെന്ന് പറയാണ്. അപ്പോൾ കമലാമ്മ പറയണം, അയ്യോ മോളെ അങ്ങനെയൊന്നും ആയിരിക്കില്ല, ഇത്രയും തവണ ഫോൺ വിളിക്കുന്നില്ലേ, എന്തെങ്കിലും വലിയ കാര്യം തന്നെ ആയിരിക്കും. നീ എന്തായാലും ഒന്ന് ഹോസ്പിറ്റൽ വരെ പോയി നോക്കിയിട്ട് വാ, അതിലെന്താ സംഭവിക്കാൻ പോകുന്നു, നിനക്ക് ഉറപ്പുണ്ടല്ലോ എന്തായാലും വിക്രമായിട്ട് പിരിയാൻ പറ്റില്ല എന്ന്, പിന്നെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലോ എന്താ, നീ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയണം. ഈ ഒരു ടൈമിൽ വിക്രം അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലാമ്മ പറയണം, നീ വിക്രമിൻ്റെ കൂടെ പോയാൽ മതി, ഒറ്റയ്ക്ക് ചെയ്താലും പോകണ്ട, വിക്രമിനെയും കൂടെ കൂട്ടിയിട്ട് പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ഞാനും ഒന്ന് പറയാണ് കേട്ടോ. പിന്നെ ഭാര്യയെ ഭർത്താവിനെയെ കൂട്ടിക്കൊണ്ട് പോകേണ്ടത് നീ തന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ട് കമല വിക്രത്തോടായിട്ട് പറയുന്നുണ്ട്. ശേഷം വിക്രം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വേദയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാളും. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രം വേദയോടായിട്ട് പറയണം, സത്യമാണ്, അതായത് അച്ഛന് വയ്യ എന്നുള്ള കാര്യം സത്യമാണെന്നുണ്ടെങ്കിലും നീ അവിടെ തന്നെ നിന്ന് അച്ഛന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് പതുക്കെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, അപ്പോൾ ഞാൻ തിരിച്ചു വരണം തന്നെയാണ് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ദൈവമേ, നിന്നോട് സംസാരിക്കാൻ വന്നാൽ തന്നെ വല്ലാത്ത പ്രശ്നമാണ്, ചിലവിന് എന്തെങ്കിലും കാശ് വേണമെന്നും വിക്രം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേണമെങ്കിൽ കാശ് നിങ്ങൾക്ക് അങ്ങോട്ട് ചേർത്ത് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. നിന്നോട് ഞാൻ ഒന്നും സംസാരിക്കാൻ വേണ്ടിയില്ല, നിന്നോട് എന്ത് സംസാരിച്ചാലും പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് വിക്രം മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. അത് എന്തായാലും ഒരു നാടകം തന്നെയായിരിക്കും, എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് വേദ വിക്രമിനോടും പറയുന്നുണ്ട്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വിക്രം പറയാണ്, ഞാൻ ഇവിടെ നിൽക്കാം, ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിക്രമിനോടായിട്ട് വേദ പറയാണ്, പറ്റില്ല, നിങ്ങളും എൻ്റെ കൂടെ വന്നേ പറ്റുള്ളൂ, അവിടെ വെച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ച് എനിക്ക് നിങ്ങളെപ്പറ്റി അവരോട് സംസാരിക്കണം, അവരുടെ നാടകം നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കിയെടുത്തു എന്ന് അവരെ കൊണ്ട് അറിയിക്കുകയും ചെയ്യണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം വിക്രമുമായിട്ട് നമ്മുടെ വേദ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ശ്രീകാന്ത് അവിടെ നിൽക്കുന്നുണ്ട്. ശ്രീകാന്ത്, മോളെ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും പറയണ്ട, എനിക്കറിയാം എല്ലാം നാടകമാണെന്ന് എനിക്കറിയാം, അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് പറഞ്ഞിട്ട് വിക്രമിനോട് വളരെയധികം വിക്രമിനോടല്ല ശ്രീകാന്തിനോട് വളരെയധികം ദേഷ്യപ്പെട്ടിട്ടാണ് നമ്മുടെ വേദ അച്ഛനെ കാണാൻ റൂമിലേക്ക് പോകുന്നത്. ഇപ്പോൾ ശങ്കറിന് ഒരുവിധം ബോധമൊക്കെ വന്നിട്ട് ഒരുവിധം കുഴപ്പമില്ലാത്ത അവസ്ഥ, അതായത് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം മാത്രം ഇനി മതി, അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നമ്മുടെ ശങ്കരൻ. അതുകൊണ്ട് തന്നെ
ജ്യൂസൊക്കെ കുടിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഈ ഒരു ടൈമിലാണ് വേദ അങ്ങോട്ട് കയറി പോകുന്നത്. ശേഷം വേദ വളരെ മോശമായ രീതിയിലൊക്കെ അച്ഛനോട് സംസാരിക്കുന്നുണ്ട് എന്നായിരിക്കും ഞാൻ അടുത്ത വരാൻ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ വലിയ നെക്സ്റ്റ് വീക്ക് പ്രോമോ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, അച്ഛൻ അഭിനയിക്കുകയാണെന്ന് കരുതിയിട്ട് മകൾ അറിയാതെ എന്തൊക്കെയൊക്കെയോ അച്ഛനെതിരെ പറഞ്ഞു പോകുന്നുണ്ട്. അതെല്ലാം തന്നെ ശങ്കറിനെ പിന്നീട് വളരെയധികം സങ്കടമാവുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇനി വരുന്ന എപ്പിസോഡിൽ കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണ് കൂടുതലായിട്ട് നടക്കാൻ പോകുന്നത് മനസ്സിലാവുള്ളൂ. സോ ഏതായാലും ഇപ്പോൾ വിക്രമും വേദയും ശങ്കർ നേരൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കുമോ അതോ അവിടെ വെച്ചിട്ട് പ്രശ്നം കൂടുതൽ വഷളാകുമോ എന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.